ഹലോ, ഞാൻ അഖില. നമ്മൾ ഡെൻഡ്രോബിയം വളർത്തുന്നവർക്ക് ചിലപ്പം നമുക്ക് പൂക്കളില്ലാതെ വരിക, അല്ലെങ്കിൽ വാങ്ങി വെച്ചത് കണക്കിന് പ്ലാന്റ് നിൽക്കുക എന്നൊക്കെ ഒരുപാട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഈ ഡെൻഡ്രോബിയം നമ്മൾ നഴ്സറിയിൽ നിന്നാവട്ടെ ഓൺലൈനിലാവട്ടെ എങ്ങനെ വാങ്ങിച്ചാലും അത് അതിൻ്റേതായ രീതിയിൽ ഒന്ന് പോട്ട് ചെയ്യുക. പോട്ട് ചെയ്ത് മാത്രം കൂടാതെ നമുക്കതിനകത്ത് നല്ല വളവും കൂടി ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ചിലപ്പം എല്ലാ ആൾക്കാരും കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഇപ്പോൾ സീഡ്ലിങ്സ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെച്യൂർഡ് ആവും. ഒരുവിധം 1 ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ്സ് ആയിരിക്കും നമ്മളിപ്പം സീഡ്ലിങ്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് ഒരു 2-3 മന്ത് കൊണ്ട് മെച്യൂർഡ് ആവണമെങ്കിൽ ആ കറക്റ്റ് പോട്ടിങ്ങും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വളവും ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ പോട്ടിങ്ങും കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സീഡ്ലിങ്സ് വാങ്ങിച്ച വെറൈറ്റീസ് ആയാലോ ഹൈബ്രിഡ് ആയോ അല്ലെങ്കിൽ ഓർഡിനറി ആയാലോ ഏത് സീഡ്ലിങ്സ് വാങ്ങിച്ചാലും നമുക്ക് ആ ഒരു മെത്തേഡിൽ പോട്ട് ചെയ്യുകയും കറക്റ്റ് റൂട്ടിങ് ഹോർമോണും അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളവും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3 മന്ത് കൊണ്ട് കറക്റ്റായിട്ട് മെച്യൂർഡ് ആവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സീഡ്ലിങ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നല്ല അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വെറൈറ്റീസും ഓർഡിനറിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീഡ്ലിങ്സ് എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും നമ്മൾ സീഡ്ലിങ്സ് പോട്ട് ചെയ്യുമ്പം ഇതുപോലെ ചെറിയൊരു പോട്ട്, അതായത് 3 ഇഞ്ചിൻ്റെ ഒരു പോട്ട് മതി. അതിൽ അടിയിൽ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചാർക്കോൾ മാത്രമാണ്. അപ്പം മിക്ക ആൾക്കാരും അതിനകത്ത് ചകിരി തൊണ്ട് ഒക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പ്ലാന്റിനകത്ത് പെട്ടെന്ന് ഫംഗലുകൾ, നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ കയറും, പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. എപ്പോഴും നല്ലത് നമ്മുടെ ചാർക്കോൾ, നമ്മുടെ കരിയാണ് നമ്മൾ പോട്ട് ചെയ്യാൻ നല്ലത്. അത് ഇതുപോലെ സീഡ്ലിങ്സ് വാങ്ങുമ്പം ഒരിക്കലും വലിയ പോട്ടിനകത്ത് നമ്മൾ പോട്ട് ചെയ്യാനും നിൽക്കരുത്. ഇതുപോലെ ഒരു 3 ഇഞ്ചിൻ്റെ പോട്ടിനകത്ത് അടിയിൽ കരി വെച്ചിട്ട് ആ ഒരു പ്ലാന്റ് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ സീഡ്ലിങ്സ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കേണ്ട വളം നമ്മുടെ റൂട്ടിങ് ഹോർമോണാണിത് കേട്ടോ. നമ്മുടെ റൂട്ട്സൊക്കെ ഒന്ന് ഗ്രോത്ത് ആവാനും. അപ്പോൾ നമ്മൾ സീഡ്ലിങ്സ് വാങ്ങുമ്പോൾ ചില സമയത്ത് ചില റൂട്ട്സ് എല്ലാം ഉണങ്ങിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പ്ലാന്റിൻ്റെ ഡാമേജ് ഒന്നും വരത്തില്ല. എന്നിട്ട് ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാടാവരുത്. ഇപ്പോൾ ഒരു 10-15 പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു പിഞ്ചോളം, ഒരു കൈപ്പിഞ്ച് നിറച്ച് എടുത്തിട്ട് ഇതാണ് ഇതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടിൽ മാത്രം, അതിൻ്റെ ചുവട് ഭാഗത്ത് മാത്രം പോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ഇത് വീക്ക്ലി ഒരു 2 പ്രാവശ്യം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഇത് ഗ്രോത്ത് ആവാൻ അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് മിറാക്കിൾ ഗ്രോയാണ്. അപ്പോൾ ഇതും 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂണിന് 1 സ്പൂൺ കൊടുക്കുക ഇത് കേട്ടോ. മറ്റേത് ഒരു പിഞ്ചേ കൊടുക്കാവുള്ളൂ. ഇത് ഐസ്ക്രീമിൻ്റെ സ്പൂണിന് 1 സ്പൂൺ ഇട്ടിട്ട് ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തണ്ടിലും ലീഫിലും ഒക്കെ കൂമ്പ് ഭാഗത്ത് അധികം കയറാതെ ഇതുപോലെ ലീഫിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ഇതും വീക്കിലി 2 ടൈംസ് വെച്ച് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും കറക്റ്റായിട്ട് മുടങ്ങാതെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഈ ഒരു പ്ലാന്റ്, നമ്മൾ സീഡ്ലിങ്സ് വാങ്ങുന്ന പ്ലാന്റ് മെച്യൂർഡ് ആവും. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ പോട്ട് ചെയ്യുമ്പോഴും ചാർക്കോളിനകത്ത് മാത്രം പോട്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഗ്രോത്തായി നല്ല നിറച്ച് നല്ലതുപോലെ ഒന്ന് മെച്യൂർഡ് ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ആ സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട വളം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ സമയത്ത് നമ്മളിതുപോലെ മിറാക്കിൾ 20, സൂപ്പർ മിറാക്കിൾ 20 ആണ് കൊടുക്കുന്നത്. മിറാക്കിൾ 20 ഉണ്ട്, അതിനേക്കാളും എഫക്റ്റ് ചെയ്യുന്നത് ഇതുപോലെ സൂപ്പർ മിറാക്കിൾ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. 140 രൂപ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വളമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും വളവും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലാന്റ്സ് വാങ്ങുന്ന ടൈമിൽ പറഞ്ഞിരുന്നാൽ മതി. വളവും നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട്. ഇതുപോലെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നമുക്ക് ഒരു വീക്കിലി 2 ടൈംസ് അല്ല 3 ടൈംസ് വെച്ചിട്ട് ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണേ.